കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രകടന പത്രികയിൽ ഇന്നലെ വരെ ഒന്നും ശാശ്വതമായി നടന്ന ചരിത്രം. അപ്പോൾ ഇപ്പോൾ അവർ പ്രഖ്യാപിക്കുന്നത് വല്ല നടപ്പാക്കാനല്ലല്ലോ, ഇതാളുകളെ പറ്റിക്കാനാണ്. നടപ്പിലാക്കേണ്ട കാര്യമല്ലേ കോൺഗ്രസ് പറയുള്ളൂ. അല്ലാതാണ് ഇത് വളരെ ദീർഘമായി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് കൊടുക്കാം, ജോലിയില്ലാത്തവർക്ക് കൊടുക്കാം. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. പ്രകടന പത്രികയുടെ ഒരു മായാലോകം തന്നെയാണ് സാധാരണക്കാർക്ക് മുന്നിൽ ഓരോ പാർട്ടിക്കാരും കൊണ്ടുവന്നിരിക്കുന്നത്. ഇടതുപക്ഷം അവരുടേതായ, അതായത് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രകടന പത്രിക, അതിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, തുടർ ഭരണത്തിലൂടെ എന്തൊക്കെ ജനങ്ങൾക്ക് നൽകാൻ പറ്റും എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ. നമ്മുടെ UDF ആകട്ടെ, അതായത് ഇനി ഈ 10 വർഷത്തെ ഭരണത്തിന് ഒരു അവസാനം ഇട്ടുകൊണ്ട് പുതിയ മോഹന വാഗ്ദാനങ്ങളാണ്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപ തുടങ്ങി ഒട്ടനവധി എന്ത് പറയാനായിട്ട് വാഗ്ദാനങ്ങളാണ് UDF കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഉദ്ദേശമുണ്ട്, ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ UDFന് എത്രത്തോളം വിജയമുണ്ടാകും, അല്ലെങ്കിൽ എത്ര ശതമാനം വോട്ടിങ് കിട്ടുമെന്നൊക്കെ ഒരു എന്ത് പറയാനായിട്ട് ഒരു കണക്കെടുപ്പ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും കഴിഞ്ഞ ദിവസത്തിൽ UDFൻ്റെ ഒരു പ്രകടന പത്രിക പുറത്തിറങ്ങിയിട്ടുണ്ടായി. ഈ പ്രകടന പത്രിക എത്രമാത്രം നടപ്പിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ നടപ്പിലാകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരോടാണ്. അപ്പോൾ സാധാരണക്കാർ തന്നെ ഇതിനൊരു മറുപടി പറയട്ടെ എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയൊക്കെ വായിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു, ഇല്ലേ? സ്ത്രീകൾക്കൊക്കെ ഇനി സൗജന്യ ബസ് യാത്ര, പിന്നെ നമ്മുടെ ക്ഷേമ പെൻഷൻ 3000 വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ UDFൻ്റെ പ്രകടന പത്രികയിലുണ്ട്. ഇതൊക്കെ പ്രാവർത്തികമാക്കുമോ, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രകടന പത്രികയിൽ ഇന്നലെ വരെ ഒന്നും ശാശ്വതമായി നടന്ന ചരിത്രം. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ആളുകളെ തട്ടിക്കുക എന്നുള്ള അല്ല, അങ്ങനെ ഇവർ രണ്ടുപേരുടെയും പ്രകടന പത്രികയിലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ LDFൻ്റെ പ്രകടന പത്രികയിലുള്ള എല്ലാം നടപ്പിലാക്കി എന്നുള്ളതാണോ? LDFൻ്റെ പ്രകടന പത്രിക പറഞ്ഞതിൽ പലതും നടപ്പിൽ വരുത്തി എന്നുള്ളതാണ് ഒരു അഭിപ്രായം. പല പരാജയപ്പെടാൻ ചില കാരണങ്ങളും സാമ്പത്തികമായ ചില വൈഷമ്യങ്ങളുണ്ടായിട്ട് പൂർണ്ണമായും നടപ്പിലെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഈ അവസാന നിമിഷത്തിൽ പോലീസിലേക്ക് ഒരു പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കേട്ടുമായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ്? തിരഞ്ഞെടുപ്പ് സമയത്തായാലും അല്ലാത്ത സമയത്തായി ഈ പിൻവാതിൽ നിയമനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ PSC വഴി അല്ലാതെ ഉള്ള നിയമനം നടക്കുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത് പിന്നെ ഈ എംപ്ലോയ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ചില ഇതൊക്കെ വരും. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എങ്കിൽ മാത്രമേ ഉള്ളൂ. അത് വിവരാവകാശത്തിന് കൂടി മാത്രമേ പറയാൻ പറ്റൂ. അല്ല, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ? നടന്നിട്ടുണ്ടെങ്കിൽ മോശമാണ്, പക്ഷെ നടന്നിട്ടുണ്ടെന്ന് വിവരാവകാശ കമ്മീഷൻ പറയണം, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഈ സർക്കാരിനെ കുറിച്ച് ആൾക്കാർ വളരെ നല്ല അഭിപ്രായങ്ങളല്ല പറയുന്നതെന്ന് ചേട്ടനും അറിയാം, ഇല്ലേ? കുറച്ചെങ്കിലും അത് സ്വാഭാവികമായിട്ട് ഭരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ ജനം ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ മറ്റ് സർക്കാരുകളെയും കൂടെ തട്ടിച്ചു നോക്കുമ്പോൾ ആ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഒരു 3ാം തുടർ ഭരണം വരുമെന്നുള്ളതാണോ? 3ാം തുടർ ഭരണം വരും എന്ന് തന്നെയാണ് ഒരു വികാരം പൊതുവെ ഉള്ളത്. കാരണം UDFൻ്റെ ഈ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് അതൊരു മാറ്റം ഉണ്ടാകാൻ ഒരു സാധ്യത തോന്നുന്നു. UDFൻ്റെ പ്രകടന പത്രികയിൽ ഇന്നലെ വരെ ആരും വിശ്വസിച്ചിട്ടില്ല. കാരണം അവർ പറയുന്നതൊന്നും തന്നെ പ്രാബല്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടത് BJP പറയുന്നതും ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഞങ്ങൾ പ്രഖ്യാപനം നടത്തും. തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ എല്ലാവരും അങ്ങനെ ഒരു പ്രകടന പത്രിക ഇറക്കാറുണ്ട്, ഇല്ലേ? അതിപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും പറയണ്ട, എല്ലാവരും ഇറക്കുന്നുണ്ട്. അല്ല, ഇടതുപക്ഷക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അവർ നിർണായകമായി ഇങ്ങനെ ഞങ്ങൾ ഇന്നേകളെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു ചാർട്ട് ലിസ്റ്റ് വഴി പറയുന്നുണ്ട്. അത് ഈ 10 വർഷം കൊണ്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ജനങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒരു മാറ്റം നമുക്ക് ആഗ്രഹിക്കാം എന്ന് വിചാരിച്ചാലോ? അങ്ങനെ വിചാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. പക്ഷേ ഈ തുടർ ഭരണം വന്നതുകൊണ്ടാണ് കൂടുതൽ വികസന പ്രവർത്തനങ്ങളും മറ്റും നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സ്മാർട്ട് സിറ്റി വന്നിരുന്നു. ഇപ്പോൾ സ്മാർട്ട് സിറ്റി പോയിട്ട് മെട്രോപ്ലിക്കേഷൻ വരുമെന്ന് പറഞ്ഞു, മെട്രോപ്ലിക്കേഷൻ വന്നില്ല. പിന്നെ പലതരത്തിലുള്ള പ്ലാനിംഗ് ബോർഡ് ടൗൺ പ്ലാനിംഗ് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. പല വികസന പ്രവർത്തനം വരുമെന്ന് പറഞ്ഞ് വന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആളുകളെ വ്യാമോഹിപ്പിക്കുന്ന ഒരു തരം പ്രവർത്തനങ്ങളുണ്ട്. അത് ഈ തരത്തിൽ മുമ്പ്
ഉള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതിഫലനവും പ്രവർത്തനവും ഈ ഗവൺമെൻറ് പ്രവർത്തനവും ഇത് തട്ടിച്ചു നോക്കുമ്പോൾ ജനങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ ജനാധിപത്യം ശക്തിപ്പെടുത്തണം എന്ന് തന്നെ. ഭരണത്തെ കൂടുതൽ നവീകരിക്കുകയും കൂടുതൽ നന്നാക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം ആരോഗ്യകരമായ ജനാധിപത്യം നിലനിൽക്കില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രകടമായ ആളുകൾ മറ്റൊരു സർക്കാർ വരണം എന്ന് ആഗ്രഹിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സുനാമി ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു വിഭാഗം പറയുന്നെങ്കിലും സുനാമി, അതുപോലെ നമ്മളെ ഉരുൾപൊട്ടൽ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സാമൂഹ്യ വിപത്തുകൾ വന്നപ്പോഴും ഇവരാരും ഒരു കാര്യവും ചെയ്തില്ല. പ്രതിപക്ഷത്തിരിക്കുന്നവർ നോക്കുകുത്തി ആയതല്ലാതെ ഭരണപക്ഷത്തുള്ളവർ ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിരുന്ന ആളുകൾ പറഞ്ഞു ഞങ്ങളിത് 1000 വീട് വെച്ചു കൊടുക്കാം, ഒന്നും ചെയ്തിട്ടില്ല. അവർ പറയുന്നത് ഭരണപക്ഷത്തുള്ളവർ പറഞ്ഞതെല്ലാം തീർത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ ലാസ്റ്റ് സമയത്താണ് അത് ചോദിക്കും. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇവിടെ വന്നു നിന്നു. ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മറ്റും ചെയ്തപ്പോൾ 10 പൈസയുടെ സഹായം അവർ ചെയ്തു. പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ എന്തെല്ലാം സഹായം ചെയ്യാം. പാർലമെൻറ്റ് മെമ്പർമാർക്ക് കിട്ടുന്ന പ്രത്യേകമായ പ്രിവിലേജ് വെച്ച് ഈ കേരളത്തിൽ എന്തൊക്കെ അവരുടേതായ സ്വന്തം പരിപാടികൾ ആവിഷ്കരിക്കാം. ഇതുവല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അല്ല, ഭരണപക്ഷത്തുള്ളവരെല്ലാം ചെയ്തു കഴിഞ്ഞോ എന്നുള്ളതാണ്. എന്നാലല്ലേ നമുക്ക് അടുത്ത പ്രതിപക്ഷത്തിനെ പറയാൻ പറ്റുള്ളൂ. ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. പാർലമെന്റിൽ 2 മെമ്പർമാരല്ലേ ഉള്ളൂ. അത് ശരി, എന്ത് ചെയ്യാൻ പറ്റും? അത് ശരി. ഭരണപക്ഷത്തുള്ളവർ ചെയ്യുന്നാലേ അതിന് കാരണമുള്ളൂ അല്ലേ? അത് വേണം ചെയ്യേണ്ടത്. അതിന് എന്തെങ്കിലും അവർക്ക് ഒരു ഒന്നിച്ച് നിന്ന് ഒരു ബാർഗൈനിങ് നടത്താൻ ഇതിപ്പോ നമ്മൾ അങ്ങനെ ഒരു തർക്കത്തിലോട്ട് പോകുന്നില്ല. തർക്കിക്കാൻ നമുക്ക് തർക്കിക്കാനുണ്ട് ഇല്ലേ? അത് ഭരണപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തത്തില്ല. തർക്കിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലോട്ടൊന്നും കടക്കുന്നില്ല. UDF-ന്റെ ഈ ഒരു പ്രകടന പത്രിക ചിലപ്പോൾ ജനങ്ങൾ അംഗീകരിച്ച് UDF വന്നാലോ എന്നുള്ളതാണ്. അങ്ങനെ വരും വന്നാലോ എന്ന ഈ പ്രകടന പത്രികയിൽ ഇപ്പോൾ കാരണം ഇതേ സഹായം നമ്മൾ അടുത്ത സംസ്ഥാനം തമിഴ്നാട് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര. അപ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തും വരികയാണെങ്കിൽ BJP അല്ല, ഈ കോൺഗ്രസ് തന്നെ പറഞ്ഞത് പല മിഷനും ഞങ്ങൾ അബോളിഷ് ചെയ്യും, ഇല്ലാതാക്കും. കുടുംബശ്രീ മിഷനില്ല, കുടുംബശ്രീ വേണ്ടാന്ന് വയ്ക്കും, ലൈഫ് മെഷീൻ വേണ്ടാന്ന് വയ്ക്കും. പിന്നെ ഈ കൊടുക്കുന്ന പെൻഷൻ തന്നെ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞതും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. വെറും 1800-600 രൂപ കൊടുത്തത് ഇത് കോൺഗ്രസ് കൊടുക്കുമ്പോൾ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണ് എന്ന് പറഞ്ഞതും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. നമുക്ക് കൈക്കൂലി ഈ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുപ്പ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാര്യങ്ങൾ ഇല്ലേ? അഭിപ്രായത്തിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ചിലപ്പോൾ ഒരു മാറ്റം വന്നാൽ 3000 രൂപ കൊടുക്കും എന്ന് പറയുന്നതിൽ ഇവർക്ക് 5 മാസം കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളനുസരിച്ച് ഇവിടെ കടമെടുക്കണം. കടമെടുക്കുമ്പോൾ ഇവിടുത്തെ വളർച്ചയെ കാണിക്കണം. ഇപ്പോഴും കടത്തിലാണ്. ഏതൊരു സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് നമ്മുടെ കേരളം വലിയൊരു കടക്കണിയിലാണ്. പക്ഷേ ഈ അവർ കടം വാങ്ങിച്ചുവെങ്കിലും അത് ഇൻഫ്രാസ്ട്രക്ചറായിട്ട് കിർപ്പി വഴി അല്ലാതെ ഇവിടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുവഴി പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ കടമെടുക്കാൻ അവർ കൊടുക്കുമോ? അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഖജന? അതാണ് അല്ലെ, കൊടുക്കുമോ? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഇപ്പം നമ്മളെ രൂപയ്ക്ക് എത്ര വിലയുണ്ട് ഡോളറുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ 35 പൈസയുടെ വില പോലുമില്ല. അപ്പോൾ ഈ ഡോളർ പേയ്മെൻ്റ് ആണ് ലോകം തന്നെ ഭരിക്കുന്നത്. നമ്മളിവിടെ എന്ത് ചെയ്യും എന്ന് കേട്ടാൽ നമ്മുടെ മൂല്യമില്ല, പണത്തിന് മൂല്യമില്ല. ഒരുപാട് കരാറുകൾ വന്നു. ഈ കരാറുകൾ വന്നപ്പോൾ ഇറക്കുമതി കയറ്റി കൊണ്ടോണ്ടിരിക്കും. എണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കും, സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കും. ഏതിനാണ് വില കുറവുള്ളത്? ഒന്നിനുമില്ല. ഇല്ലല്ലോ, സാധാരണക്കാരന് മാത്രമാണ് വിലയില്ലാത്തത്. വിലയില്ല. അതെ. അപ്പൊ എന്തായാലും ഒരു മാറ്റം വരികയാണെങ്കിൽ, ജനങ്ങൾ അത് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ പറയുന്ന പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും. എന്തായാലും ഈ പ്രകടന പത്രികയിൽ എനിക്ക് വിശ്വാസമില്ല. കോൺഗ്രസിന്റെ ഒരു പ്രകടന പത്രിക ഇറങ്ങിയിട്ടുണ്ട്. കാരണം UDF ജയിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും ബസ്സിൽ സൗജന്യ യാത്ര, 3000 രൂപ ക്ഷേമ പെൻഷൻ, ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് കോൺഗ്രസിനെ എത്രമാത്രം സഹായിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ? 2016 UDF ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ 6000 രൂപ ക്ഷേമ പെൻഷൻ പറഞ്ഞിരുന്നു. അതിലെത്ര കൊടുത്ത്? 600 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത് 18 മാസം
കുടിശ്ശിക കൊടുത്തില്ല, കുടിശ്ശികയാക്കി. അപ്പോൾ ഇപ്പോൾ അവർ പ്രഖ്യാപിക്കുന്നത് വല്ല നടപ്പാക്കാനല്ലല്ലോ, ഇത് ആളുകളെ പറ്റിക്കാനാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും വരാൻ ഒരു സാധ്യതയില്ല. ഇല്ല. അപ്പോൾ ആരായിരിക്കും? മൂന്നാം തുടർ ഭരണമായിരിക്കുമോ? മൂന്നാം തുടർ ഭരണമാകാൻ സാധ്യത. എന്തുകൊണ്ടാട്ടെ സർക്കാരിനെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ 10 വർഷക്കാലത്തെ ഭരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മറ്റ് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നല്ല നിലയിലാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, പൊതുമരാമത്ത് രംഗത്ത് ഇതെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെൻറ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വരും. എന്തായാലും നമുക്ക് കാണാം. ഇപ്പം വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഒരു പ്രകടന പത്രിക കണ്ടു കാണുമല്ലോ. അതായത് സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര, 3000 രൂപ ക്ഷേമ പെൻഷൻ, ഇതൊക്കെ നടക്കുന്ന പ്രവചനങ്ങളാണോ നടത്തിയിട്ടുള്ളത്? ഒന്നും നടന്നില്ലെങ്കിൽ പാലുവില വർദ്ധിപ്പിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അതെന്താ അങ്ങനെ പറയുന്നത്? കേരളത്തിലെ ക്ഷീരകർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ കാലിത്തീറ്റയുടെ വില കൂടി, അനുദിനം ആവശ്യമുള്ള ഒരു സാധനമാണ് പാല്. അപ്പോൾ അതിൻ്റെ വില വർദ്ധിപ്പിക്കാതെ ഇന്ന് കേരളത്തിൽ ക്ഷീരകർഷകർ പിടിച്ചു നിൽക്കത്തില്ല. തെരഞ്ഞെടുപ്പിൽ ആദ്യം കൊടുക്കേണ്ട വാഗ്ദാനം പാൽവില വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം, അത് മാത്രമേ ഉള്ളൂ. കർഷകർ എന്ന നിലയിൽ ഞങ്ങളുടെ ആവശ്യം അതേ ഉള്ളൂ. നല്ലൊരു പ്രകടന പത്രികയായിട്ട് തോന്നുന്നില്ലേ? തീർച്ചയായും. പിന്നെ ഇതെല്ലാം നടപ്പിലാക്കുമോ? തീർച്ചയായും നടപ്പിലാക്കേണ്ട കാര്യമല്ലേ കോൺഗ്രസ് പറയുള്ളൂ. അല്ലാതാണ് ഇത് വളരെ ദീർഘമായി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ദീർഘവീക്ഷണത്തിലാണ് നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. നടപ്പിലാക്കാത്ത കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയുന്ന പാരമ്പര്യമല്ല കോൺഗ്രസിനുള്ളതാണ്. കാരണം ഇന്ന് സംസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഏത് പുതിയ കാര്യങ്ങൾ എടുത്തിട്ടോ അതെല്ലാം കോൺഗ്രസ്സാണ്. നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടത്താൻ പറ്റാത്ത കാര്യം എന്താണ്? നമ്മുടെ അയൽ സംസ്ഥാനം അതെ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം നടപ്പിലാക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിൽ നടത്തിക്കൂടാ? കാലാകാലങ്ങളിൽ വരുന്ന സർക്കാർ, അത് കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഇത് ചിന്തിച്ചില്ല? അവിടെയാണ് സമയം കിട്ടാൻ അമ്പലക്കൊള്ള നടത്താൻ പോയി. എല്ലായിടും കൊള്ളയല്ലേ? കൊള്ളയും സ്വന്തം പാർട്ടി ഓഫീസിൽ പോലും പാർട്ടിക്കാർക്ക് സംരക്ഷിക്കാൻ സാധിക്കാത്ത ഇടതുപക്ഷ സർക്കാർ എന്തിനാണ് വച്ച് മതിയാക്കി പോകേണ്ട സമയം കഴിഞ്ഞില്ലേ? അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഗണേശന്റെ ഒരു വിഷയം അറിഞ്ഞു. അത് സ്വന്തം ഭാര്യയ്ക്ക് സമ്മതമാണെങ്കിൽ പിന്നെ വേറെ അവിടുത്തെ ഒരു പ്രശ്നം, ഔദ്യോഗികമായി ജീവനക്കാരെ ഉപയോഗം കൊടുത്തുകൊണ്ടാണ് പീഡനം നടത്തിയത്. അല്ല, അതൊന്നും നമ്മുടെ കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കണ്ടാൽ തീർന്നില്ലേ? നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ നടക്കാനല്ലേ ആയുള്ളൂ. അദ്ദേഹം ചെയ്തതെന്താണ്? കോടതി വരെ പറഞ്ഞതാണ് ഉഭയസമ്മത പ്രകാരം എന്ത് വേണോ എടുക്കാം, അതിന് ബുദ്ധിമുട്ടില്ലെന്നാണ് പറഞ്ഞത്. അതിനേക്കാളും പ്രത്യേകിച്ച് സ്വന്തം ഭാര്യ പോലും കേസ് കൊടുത്തില്ലേ? അതിന് നമ്മുടെ പിണറായി എന്ത് ചെയ്തു? അവിടെ ചിന്തിക്കണ്ടേ? അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങളുടെ പ്രതിബദ്ധത നടപ്പിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിന് വേറെ സംശയമൊന്നുമില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും സംശയം തോന്നുന്നു. പിന്നെ ഇവിടെ ആരാ ഇനി ഉള്ളത്? 10 വർഷം കൊണ്ട് ജനം കഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾ ഒരു കാര്യം, ഈ 10 വർഷം കൊണ്ട് ഏത് മേഖലയിലാണ് ഒരു വികസനം ഉണ്ടായിട്ടുള്ളത് പറയണം. അത് പറയണം. ഏത് മേഖലയിൽ ഒരു വികസനം ഉണ്ടാക്കുന്നത്? ഒരു PSC റാങ്ക് ഹോൾഡേഴ്സ് എല്ലാം മുട്ടുകുത്തി ഇഴയുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായത്? അതിന് കാര്യമില്ലല്ലോ. വയസ്സ് കൂട്ടിയിട്ട് എന്താണ് പ്രയോജനം? അവിടെ റാങ്ക് ലിസ്റ്റ് നഷ്ടപ്പെടുകയാണ്, അവിടെ കാലാവധി നഷ്ടപ്പെടുകയാണ്. ഇനി അവർ വീണ്ടും പരീക്ഷ എഴുതണം. പിന്നെ ഏത് മേഖലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കുറിച്ച് പറയണ്ട? ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പുറകെ ഇരിക്കുന്ന ആഗോള നിലവാരത്തിൽ നമ്മുടെ ആരോഗ്യം വളർന്നു എന്നുള്ളത് ഏത് നിലവാരമെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട 10 വർഷത്തിന് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ലോക സംസ്ഥാനം അംഗീകരിക്കുന്ന ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തു. ആ കാര്യങ്ങൾ ഏതെങ്കിലും തുടർച്ചയായിട്ടെങ്കിലും കൊണ്ടുപോകണ്ടേ? എല്ലാം നശിച്ചില്ലേ? ഇനി പിന്നെ എന്തു പറയാനാണ്? ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്? ശരിയാണ്, കേരളം സംസ്ഥാനം നശിപ്പിക്കാൻ ഞങ്ങളല്ലാതെ മറ്റാരുമില്ല. LDF ഉള്ളൂ. ഞങ്ങൾ വരും, UDF വരും. VD സതീശൻ ആണ് പുതുയാത്ര നയിച്ചത്. നിങ്ങൾ കണ്ടില്ലേ പുത്തരിക്കണ്ട മൈതാനത്തിൽ? അവസാനം ഇതിനെ നിയന്ത്രിക്കാൻ പോലീസ് ഏറ്റെടുക്കേണ്ടി വന്നു. പോലീസ് എന്താണ് നിങ്ങളെ സംരക്ഷിക്കുകയാണെന്ന് പറയുന്നത് അത്രയ്ക്ക് തിങ്ങി അറിഞ്ഞു. തീർച്ചയായിട്ടും ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കേരള ഞാൻ പൊതുരാഷ്ട്രീയ നടത്തുവാൻ തുടങ്ങിയ ശേഷം വർഷം 10-40 കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 857 പഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിച്ചിട്ടുള്ളത്. മാർക്സ് പാർട്ടിക്ക് 357 പഞ്ചായത്തേ ഉള്ളൂ. മുൻകാലങ്ങളിൽ തിരിച്ചായിരുന്നു. എന്തുകൊണ്ടാണ്? താഴെത്തട്ടുള്ള ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി, എവരെ ഇനി വച്ചിരുന്നാൽ അമ്പലമല്ല കേരളം മുടിക്ക് സെക്രട്ടേറിയറ്റിനെ പൊളിച്ചെഴുതും. അതുകൊണ്ട് UDF വരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല.
സർവേകൾ പോലെ നടത്തട്ടെ. അത് സർവേകൾ പൈസ ഇല്ല, കൊടുത്താൽ ഞങ്ങൾ നടത്തിയ സർവേയിലാണെന്നുണ്ടെങ്കിലും പറയുന്നത് 10 വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ മടുത്തു, ഇനി പുതിയൊരു മാറ്റം വരട്ടെ എന്നുള്ളതാണ് അവർ അതെ. ആഗ്രഹിക്കുന്നത്. സർവേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, നിങ്ങൾ ഇതുപോലുള്ള 10 കോൺഗ്രസ്സുകാരായിരിക്കും കാണുന്നത്. അവരെന്ത് പറയും? അത് നമ്മൾ നാളെ പത്രത്തിൽ വരും. തീർച്ചയായിട്ടും സർവേ 100% അല്ലെങ്കിൽ 62%, 70% അവർക്ക് അനുകൂലമാണെന്ന് ജനം തീരുമാനിക്കുന്ന നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ഇനി അവനെ വച്ച് കഴിഞ്ഞാൽ ഈ പിണറായി ഇവിടെ സെക്രട്ടേറിയറ്റ് കയറി കഴിഞ്ഞാൽ കേരളത്തിനെ വിറ്റുമുടിക്കും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരും, യാതൊരു സംശയവും വേണ്ട. ഓക്കെ, എന്നാൽ എത്ര ശതമാനം വോട്ട് അതും കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഭൂരിപക്ഷത്തോടുകൂടി? അതിന് 100 സീറ്റെങ്കിലും ഉറപ്പായിട്ട് കാണും, അതിന് വേറെ മാറ്റമില്ല. കാരണം എങ്ങനെ നമുക്കിന് ചിന്തിക്കാമല്ല, 100 സീറ്റ് കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF അധികാരത്തിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി അതൊക്കെ പാർട്ടി തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ്. അതൊക്കെ നമ്മളെല്ലാം പാർട്ടിയുടെ നിലപാട് നിൽക്കുന്നവരാണ്, അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. പിന്നെ ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ജനാധിപത്യ പ്രസ്ഥാനം നേതാക്കൾ ഒരുപാടുണ്ട്. നേതാക്കൾ ഒരുപാടുള്ളപ്പോൾ അധികാരത്തിന് അവർ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നേതാക്കന്മാർ പാർട്ടി ഓഫീസിൽ പണങ്ങിയാലും ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതെ, മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആരോ വരട്ടെ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? പാർട്ടി പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി. നമ്മുടെ രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി നടന്നിരിക്കും, സംശയമൊന്നുമില്ല. രാജീവ് ഗാന്ധി അല്ല, സോറി രാഹുൽ ഗാന്ധി. അതെ, രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുത്തരിക്കണ്ട മൈതാനിയിൽ ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ സുരക്ഷകളെല്ലാം നടന്നിരിക്കും. പാർട്ടിയുമായിട്ട് ആലോചിച്ചാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ്, പാർട്ടിയുമായി ആലോചിച്ച് സംസ്ഥാനത്തെ നേതാക്കളുമായി ആലോചിച്ചിട്ടാണ് ചെയ്തത്. സംശയമൊന്നും വേണ്ട. എന്തായാലും വരട്ടെ, നമുക്ക് മാറ്റം വരും. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ നിങ്ങൾ തന്നെ നോക്കണം, കടക്ക് പുറത്ത് എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായി. അതെ, കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഏത് രീതിയിൽ ഇതിലെ സർവേ നടത്തി അവർക്ക് തുല്യമായി വിട്ടു എന്നുള്ളത് നമുക്കറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ മാതൃഭൂമി പത്രത്തിൽ നമ്മളൊരു സർവേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ സർവേയിൽ 2 സീറ്റിൽ ഇടതുപക്ഷം മുൻതൂക്കാണ്. ഏത് അടിസ്ഥാനത്തിലാണെന്ന് അറിയാൻ പാടില്ല. അത് ഇതിനെക്കുറിച്ച് പിന്നെ ഏപ്രിൽ മാസം അവസാനം മെയ് 15 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വമുള്ള ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ, ബൈ. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ക്ഷേമ പെൻഷൻ പ്രാവർത്തികമാക്കാം, പക്ഷേ ട്രാൻസ്പോർട്ടിൻ്റെത് ഞാൻ ട്രാൻസ്പോർട്ട് ജീവനക്കാരനായിരുന്നു, റിട്ടയർഡാണ്, ആ പെൻഷൻ വാങ്ങിക്കൊണ്ടുവരെ. അത് ഈ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് കൊടുക്കാം, ജോലിയില്ലാത്തവർക്ക് കൊടുക്കാം, അംഗവൈകല്യമുള്ളവർക്ക് കൊടുക്കാം. അല്ലാതെ കംപ്ലീറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾക്ക് കൊടുക്കാം, കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അനാവശ്യ ചിലവാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇത് CPIയുടെ ആളാണ്, പക്ഷേ എങ്കിലും അനാവശ്യ ചിലവാണ് ഇപ്പം ഈ ഗവൺമെൻറ് കാണിക്കുന്നത്. ഉദാഹരണം, ഒരു ചുവരെഴുതുന്നതിന് പോലും ആയിരക്കണക്കിനാണ് അവന്മാർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം പിന്നെ ഇന്നലത്തെ മെനഞ്ഞാമത്തെ പത്രത്തിലുണ്ടായിരുന്നു, ഇലക്ഷൻ വർക്കിന് പോകുന്നവർക്ക് 20 രൂപ ഒരു ദിവസം അലവൻസ് കൊടുക്കണം. അപ്പം അതൊക്കെ ദൂർത്തടിയല്ലേ, ഇതൊന്നും പാടില്ല. ഞാൻ 17 കൊല്ലം ജോലി ചെയ്തതാണ്, കിട്ടുന്ന 10 രൂപയും പെൻഷൻ കിട്ടുന്ന 10 രൂപയും. ഞാൻ ഇവിടെ എക്സർവീസുകാരനാണ്, അതിൽ ഞാൻ 18 കൊല്ലം ജോലി ചെയ്തു. 18 തികച്ചില്ല, 46 രൂപ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇത് പ്രാവർത്തികമാക്കാം, കറക്റ്റായിട്ട് പ്രാവർത്തികം. ഇത് UDFന് കൂടുതൽ ജനസപ്പോർട്ട്, ജനപിന്തുണ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ UDF വരുമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പം നിങ്ങൾ വിഷമം വിചാരിക്കും, പിണറായി വിജയൻ പട്ടിയുടെ മുമ്പിൽ എല്ലാം എറിയുമല്ലോ, എറിഞ്ഞു കൊടുക്കും പോലെ പിന്നോക്ക സമുദായക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വാരിയിടും. അപ്പം അവരെ വോട്ട് വീണ്ടും പിണറായി സർക്കാർ ഞാൻ പറയില്ല, അത് ജനങ്ങളിലാണ് ഇരിക്കുന്നത്, ജനങ്ങളാണ് ചെയ്യേണ്ടത്, അല്ല ഞാനല്ല പറയുന്നത്. ഇപ്പം എന്നെപ്പോലുള്ളവർ, ഞാൻ CPIക്കാരനാണെങ്കിൽ ഞാൻ ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യുള്ളൂ തീർച്ചയായിട്ടും. കാര്യം ഇതാണ് കാര്യം. ഈ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ CPIക്കാരനാണെങ്കിലും ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് ഓപ്പണായിട്ട് മാറ്റം വരട്ടെ, അല്ലേ? മാറ്റം വരണം. നമ്മളെപ്പോലുള്ള കഷ്ടപ്പെടുന്ന ആണായാലും പെണ്ണായാലും എന്താ ദുരിതമെന്നറിയാൻ കാണിക്കുന്നത്. അരി 23 രൂപയ്ക്ക് ഉമ്മൻചാണ്ടി കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ 68 രൂപയാണ് 1 കിലോ ജയരിയുടെ വില. അതും സാധനം കിട്ടുന്നില്ല. അതുപോലെ എല്ലാം അങ്ങനെയാണ്. UDF ഗവൺമെന്റ് മാന്യമായിട്ട് പെരുമാറുമെന്നല്ലേ അവർ പറയുന്നത്? മാന്യമായിട്ട് പെരുമാറുകയാണെങ്കിൽ 1000 രൂപയും കൊടുക്കാം, സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും കൊടുക്കാം. ഉദ്യോഗം ഇല്ലാത്തവർക്കും വേറെ വരുമാനം നോക്കണം. ഗവൺമെൻറ് ജീവനക്കാർക്കും
അല്ല, നമ്മുടെ അയൽ സംസ്ഥാനം അത് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് അത് തമിഴ്നാട് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, തമിഴ്നാട് കൊടുക്കുന്നുണ്ട്, അവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക്, അവിടെയും സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തിനും അത് ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഇത് അനാവശ്യ ചിലവ് കുറയ്ക്കണം. അപ്പൊ നമ്മളെ UDF വരട്ടെ, ഒരു പ്രാവശ്യം വന്ന് നോക്കട്ടെ, ഈ പ്രകടന പത്രികയിലെ കാര്യങ്ങളൊക്കെ നടത്തുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതെ, ഞാൻ ഇത്തവണ ഞാൻ സത്യം പറയാണ്, എനിക്ക് മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. പക്ഷേ ഞാൻ മെമ്പർഷിപ്പ് എല്ലാം ക്യാൻസൽ ചെയ്ത് ഒരു 5 കൊല്ലം കൊണ്ട് ഒന്നുമില്ല. കോൺഗ്രസിന് വോട്ട് കൊടുക്കാൻ പോവാണ് നമ്മൾ. എൻ്റെ വീട്ടിൽ നിന്ന് 36 വോട്ടുണ്ട് കുടുംബത്തിനകത്ത്. ഈ 36 വോട്ടും 35 കാണും. ഒരാൾ ചെയ്യൂല, എൻ്റെ മരുമൻ ചെയ്യൂല. കാര്യം വോട്ട് ആർക്കും ചെയ്യൂല. അത് ശരി, അവൻ ആർക്കും ചെയ്യൂല. കൊല്ലത്തുകാരനാണ് മരുമൻ. അവൻ പറയും ഞാൻ വോട്ട് ചെയ്യും. ഒരു വോട്ടല്ലേ പോകുന്നുള്ളൂ, അത് കുഴപ്പമില്ല. വോട്ട്, ബാക്കി മുഴുക്ക കോൺഗ്രസ്.